ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു തഞ്ചാവൂർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 7 നമ്മുടെ ഋത്തിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തഞ്ചാവൂർ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സെപ്റ്റംബർ 6 ഒരു 2:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് മൺതിൻ്റെ വർക്കുള്ള ടൈമായിരുന്നു. ഞാൻ ഓഫീസിൽ 1 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താമ്പരത്തിൽ നിന്ന് മാമ എന്നെ പിക്കപ്പ് ചെയ്തു. ഒരു 2 മണിക്ക് ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടിറങ്ങി. പിന്നെ ഒരു 2:30 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാറിൽ നിന്ന് കഴിക്കാൻ നമ്മൾ ഡയറി മിൽക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നാട്ടിൽ പറയുന്ന പേര് കടിച്ചാപ്പറിച്ച് കറി, നിങ്ങളുടെ സൈഡിലേക്ക് എന്താ പറയുക അറിയില്ല, ഭയങ്കര ബലമുള്ളൊരു മിഠായി, ഇവിടേക്ക് എന്തോ പറയാൻ പറഞ്ഞിട്ട് ഓർമ്മ കിട്ടും കേട്ടോ കേസ്, ഇനി കിട്ടുമ്പോൾ ഞാൻ പറയേണ്ടത്. അപ്പോൾ ആ ഐറ്റംസൊക്കെ കണ്ണേട്ടൻ കടയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെപ്റ്റംബർ 7 ഗണേശ ചതുർത്ഥിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വിഗ്രഹങ്ങൾ കൊണ്ട് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീടെടുക്കുമ്പോൾ ചിലവർ ഇങ്ങനെ ഹായൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ ഗണേശിന് പോയിട്ട് എത്ര ഗണേശനെ കണ്ടു എന്നൊക്കെ എണ്ണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം അന്ന് പോണ ദിവസം 25 അങ്ങനെ എന്തൊക്കെ എണ്ണിയിട്ടുണ്ടായിരുന്നു, കറക്റ്റിക്ക് ഓർമ്മയില്ല. അങ്ങനെ കഴിച്ച് നമ്മളിതാ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് തഞ്ചാവൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ അടുത്ത് ശ്രീരത്ന ടെമ്പിൾ വ്യൂ ഇൻ റെസിഡൻസി കേട്ടോ, അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂം എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോകുന്നത്. ലഗേജൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കാറിൽ തന്നെയായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ലഗേജൊക്കെ എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബേസ്ഡ് ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് തഞ്ചാവൂർ ബൊമ്മ കേട്ടോ പറയുന്നത്. തഞ്ചാവൂർ തലയാട്ടി ബൊമ്മ കേട്ടോ, അങ്ങനെ അതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം. ഋത്തിക്ക് ഫുഡൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാൻ സ്പ്രിങ്കിൾസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഋത്തി നാളെ സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആളൊന്നും മിണ്ടുന്നില്ല. ആളത് പൊട്ടിക്കാനുള്ള ഭയങ്കര ഇതിലായിരുന്നു ആ നേരത്ത്. എന്നിട്ട് അതിൻ്റെ ഉള്ള എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ. അപ്പോൾ ഞാൻ കഴിക്കാൻ പറഞ്ഞത് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. നീത് പൊറോട്ടയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഓരോന്നായിട്ട് അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്തെടുത്തു കേട്ടോ. ഞാനൊരു ചപ്പാത്തി കഴിക്കും, ഒരു പൊറോട്ട വിളിക്കും തന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കേസ് ഈ കാണുന്ന റെസിഡൻസിയിലാട്ടോ നമ്മൾ റൂം എടുത്തുന്നത്. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് മുറിച്ചെറിഞ്ഞിട്ടാണ് നമുക്ക് ആ ഹോട്ടലിലേക്കായാലും പിന്നെ ടെമ്പിളിലേക്കായാലും പോകാൻ വേണ്ടത് കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ 3rd ഫ്ലോറാണ് കേട്ടോ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് കയറിയിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. റൂം അടിപൊളി റൂമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒറ്റ റൂമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കേസ് റൂമിൽ 4 ബെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ചെറുതും 2 വലുതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എന്താ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണത്തിലായിരുന്നു മെയിനായിട്ട്. പിന്നെ കേസ് 2 വാഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നല്ല നീറ്റായിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെക്കിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ റൂമുകളും അങ്ങനെ ചെയ്യണമല്ലോ, നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ചെറിയ ഇതിൽ നമ്മൾ കേക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 12 മണിയൊക്കെ ആയപ്പോൾ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ കേസ് നെറ്റാണ് എണീറ്റിട്ടായിരുന്നത്. ഋത്തിയൊന്നും ഉറങ്ങിയിട്ടാണെന്നാണ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഋത്തിയോട്ട് കേക്ക് മുറിച്ചിട്ട് ഇതൊക്കെ കഴിക്കുകയാണ്. പക്ഷേ കേക്ക് നമ്മൾ സ്വിഗ്ഗിയിലോട്ട് ഓർഡർ ചെയ്തത് ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ക്രീമും മാത്രം തന്നെ ഇതായിരുന്നു. ബ്രെഡൊക്കെ ഭയങ്കര ടഫായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആർക്കും വലിയ ഇഷ്ടപ്പെടുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗെയ്സൊക്കെ നമ്മൾ രാവിലെ സെപ്റ്റംബർ 7 തുടങ്ങിയ വീഡിയോ കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ ഒരുങ്ങി നമ്മൾ റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോ നല്ലോണം ലേറ്റാക്കാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ആ ടെമ്പിൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്കൊന്നും അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടെമ്പിൾ കയറുമ്പോൾ എന്തോ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ട്. അപ്പോൾ ടെമ്പിളിനെ കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയതിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കുറേ ലാഗാക്കിയത് കേട്ടോ.
അപ്പോൾ ഗേസ് ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇത് റെഡ് ചുരിദാറാണ്. മുന്നത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ടെമ്പിൾ കാണാം കേട്ടോ. നമ്മുടെ റെസിഡൻസിൽ എഴുതി വെച്ചപ്പോൾ തന്നെ ടെമ്പിൾ വ്യൂ തന്നെയാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ടെമ്പിളിൽ വരുമ്പോൾ മാക്സിമം നമ്മൾ ബ്ലാക്ക് ഡ്രസ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുള്ളൂ കേട്ടോ ഗേസ്. അതും പ്രത്യേകിച്ച് ഫ്രൈഡേ. ഒരു പ്രാവശ്യം നീതു അങ്ങനെ ഇട്ട് പോയിട്ട് നീതുവിനെ ചീത്ത വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അത് ഒഴിവാക്കാൻ നോക്കുക ബ്ലാക്ക്. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ബ്ലാക്ക് ഇട്ട് വരുന്നത് വലിയ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. പിന്നത്തെ റെസിഡൻസിൻ്റെ മുന്നിൽ നല്ല അടിപൊളിയായിട്ട് കോലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കണ്ണ കാറുണ്ടോ? കണ്ടു മേമ. ഋത്വി ഓക്കെ. ഋത്വി ഇതെന്താണ്? ഇന്ന് ഋത്വിയുടെ ബർത്ത്ഡേ അല്ലേ? ഋത്വി ഗേസ് ഞാൻ ഋത്തിയോട് അങ്ങനെ ചോദിക്കുന്നുട്ടോ, ഇന്നെന്താ ബർത്ത്ഡേ അല്ലേ ഋത്തിയോട്. ആൾക്കൊരു മൈൻഡും ഇല്ല കേട്ടോ. അന്ന് ആൾക്ക് കുറച്ച് വാശി ഉണ്ടായിരുന്നു കേട്ടോ, എന്താണെന്നറിയില്ല. പക്ഷെ ഓടി നടക്കാട്ടുണ്ടായിരുന്നു. എന്തോ ഒരു വാശി പോലൊക്കെ ചെറിയൊരു മൂടി പിടിച്ചിരിക്കലൊക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നടന്നിട്ട് അമ്പലത്തേക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് റെസിഡൻസിയിൽ നിന്ന്. അപ്പോൾ ആൾ കുറച്ച് മൂടിയായിട്ടുണ്ടായിരുന്നു അന്ന്. കേസ് അവിടെ ഒരു ചെറിയൊരു കോവിലുണ്ടായിരുന്നു കേട്ടോ. ആ കോവിലിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയട്ടെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തഞ്ചാവൂർ ഇങ്ങനെ തഞ്ചാവൂർ പൂവുണ്ട്, ഓക്കെ തഞ്ചാവൂർ പോവുക, കോവിൽ തൊഴുക അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാനും പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ ആകെ എന്താ പറയുക ഷോക്കായി പറയില്ല. ഇത്രയും വലിയ ടെമ്പിളാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ഗേസ്. പിന്നെ നീതൊരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോൾ ഇനി എന്താ പറയുക, ഇനിയും തീർന്നിട്ടില്ല ഓരോ കാഴ്ചകൾ. അത്രയും അടിപൊളി ടെമ്പിളാണ്. അപ്പോൾ ഇതിന് പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഗേസോട് ഋത്വിയിൽ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റേതായ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടു ഗേസ്. നമ്മൾ ഓരോ എൻട്രി കഴിഞ്ഞ് പോരുമ്പോഴും നമ്മുടെ കണ്ണിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കാറുണ്ട് എൻ്റെ കേട്ടോ. ഒരു ഐഡിയ ഇല്ലാതെ വന്നിട്ടേ പെട്ടെന്ന് ഇങ്ങനെ ഒരു അമ്പലം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടത്, എവിടേക്കാണ് നോക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അമ്പലം. നമ്മുടെ ഈ കോവിലിൻ്റെ പേര് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് കേട്ടോ. ആദ്യകാലങ്ങളിൽ തിരുവിടയാർ കോവിൽ എന്നും പേരിലും ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പെരിയ കോവിൽ എന്നും ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഗൈസ്. ഈ കോവിലിന് രാജരാജേശ്വര ക്ഷേത്രം എന്ന പേര് വരാൻ കാരണം എന്താ പറയുക, നമ്മുടെ ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്ന വിളിപ്പേര് വന്നിട്ടുള്ളത്. AD 1985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായിട്ടുള്ളതായി നിഗമനം വെച്ചിട്ട് കേട്ടോ. കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു എന്നും അറിയപ്പെടുന്നുണ്ട് ഗെയ്സ്. പിന്നെ AD 1010 അരുൺമൊഴിവർമ്മൻ എന്നും വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ഇത് പണിതത്. 16-ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിതിട്ടുള്ളത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട് ഗെയ്സ്. പിന്നെ നമ്മളിപ്പോൾ കാണിച്ചത് നമ്മുടെ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി വന്ന സൈഡാണ് കേട്ടോ. അപ്പോൾ ഒരു കവറിലാക്കിയിട്ടാണ് എല്ലാവരും ചെരുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗെയ്സ്, നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും മാക്സിമം ഒന്ന് തഞ്ചാവൂർ കോവിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും മൈൻഡ് റീഫ്രഷ് ആവട്ടെ നമുക്ക്. എനിക്ക് ഫസ്റ്റൊക്കെ എൻട്രി കണ്ടപ്പോൾ നമ്മുടെ പാലക്കാട് കോട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു എൻട്രി പോലെ തോന്നിയിട്ടോ ഈ സൈഡൊക്കെ കേട്ടോ. പക്ഷെ ഫുള്ള് അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും നമ്മുടെ